ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി 19 മുതൽ 21 വരെയുള്ള കുറച്ച് ആനുകാലിക സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ജനുവരി 19 മുതൽ 21 വരെ. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ കറണ്ട് അഫയേഴ്സുകൾ യൂട്യൂബ് ചാനലിലെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നവംബർ ഡിസംബർ മാസങ്ങളിലെയും 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ജനുവരി 1 മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഓരോ ദിവസത്തെ നോട്ട് ചെയ്തിട്ട് അന്നത്തെ പഠിച്ചു പോവുക. സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സുകളാണ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സുകൾ നോക്കാം. ജനുവരി 19 മുതൽ 21 വരെയുള്ള പ്രധാന സംഭവങ്ങൾ. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനുവരി 19ന്റെ ഒരു പ്രത്യേകത ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സ്ഥാപക ദിനമാണ്. 20ാമത് സ്ഥാപക ദിനമാണ് എന്ന് പറയുന്നത് ജനുവരി 19. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സ്ഥാപക ദിനം എന്ന് പറയുന്നത് എന്നാണ്? ജനുവരി 19. അതുപോലെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. അല്ലേ, നിങ്ങൾ അടുത്തിടെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ സൈറൻ മുഴങ്ങുന്ന ഒരു പരിപാടി. അപ്പോൾ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ഒരു മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരാണെന്ത്? കവചം. കവചം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ KAWACHAM, കവചം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് കവചത്തിന്റെ ഫുൾ ഫോം. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മുന്നറിയിപ്പ് സംവിധാനമാണ് ഏത്? കവചം. അപ്പോൾ ഇനി കായിക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൽഹിയിലായിരുന്നു പ്രഥമ കൊക്കോ വേൾഡ് കപ്പ് നടന്നത്. നമ്മൾ മുന്നത്തെ കറണ്ട് അഫയേഴ്സിൽ കണ്ടതാണ്. അപ്പോൾ ഇത്തവണ ഡൽഹിയിൽ നടന്ന പ്രഥമ കൊക്കോ ലോകകപ്പ് പുരുഷ വനിതാ കിരീടം നേടിയിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. പുരുഷന്മാരിലും വനിതാ വിഭാഗത്തിലും കിരീടം നേടിയിരിക്കുന്നത് ഇന്ത്യയാണ്. അതുപോലെ അടുത്തൊരു പോയിന്റ്, 2025 ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാമത് യോഗമാണ് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്നത്. ഇപ്പോൾ 2025 ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി ഏതാണ്? സ്വിറ്റ്സർലാൻഡിലെ ദാവോസ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ഫോറത്തെ പറ്റി പറയുമ്പോൾ ലോക സാമ്പത്തിക ഫോറത്തിന്റെ പ്രസിഡന്റിന്റെ പേരും കൂടെ ഒന്ന് പഠിക്കുക. ബോർഗെ ബ്രൻഡ. ഓക്കെ, ബോർഗെ ബ്രൻഡയാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത വാർത്തയിൽ കേട്ടതാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് ആര് ചുമതലയേറ്റു? ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റു. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ജെ ട്രംപ്. ഓക്കെ, അതുപോലെ വൈസ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് JD വാൻസ് ആണ്. JD വാൻസ്. അപ്പോൾ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഓക്കെ, അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് ചുമതലയേറ്റു. തൊട്ടു പുറകെ എടുത്തൊരു പ്രധാന തീരുമാനമാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും 2021 പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറി. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും 2021 പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. ചിലപ്പോൾ ചോദിക്കാം, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അടുത്തിടെ പിന്മാറിയ രാജ്യം ഒക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് 2021 പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറി. ഓക്കെ, അപ്പോൾ ലോകാരോഗ്യ സംഘടനയെ പറ്റി പറയുമ്പോൾ WHO മേധാവിയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് ആണ് WHO ഇപ്പോഴത്തെ മേധാവി. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രംപ് ചുമതലയേറ്റത് പറഞ്ഞു. അപ്പോൾ ട്രംപ് ചുമതലയേറ്റ സമയത്ത് അവിടെ പങ്കെടുത്ത കുറച്ച് നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ മുതലാളിമാരുണ്ട്. അവരുടെ പേരും ആ കമ്പനിയും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ഈ IT മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടതാണ് ടെസ്ലയും സ്പേസ് എക്സും. ഇതിൻ്റെ രണ്ടിൻ്റെയും മുതലാളി എന്ന് പറയുന്ന ആരാണ്? എലോൺ മസ്ക്. ഓക്കെ, ടെസ്ല, സ്പേസ് എക്സ്, ഇതിൻ്റെ ഉടമ എലോൺ മസ്ക്. അതുപോലെ ആമസോണിൻ്റെത് ജെഫ് ബെസോസ്. അതുപോലെ മെറ്റ, അല്ലേ? മെറ്റയൊക്കെ നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളതാണ്, ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മെറ്റയുടേത് മാർക്ക് സക്കർബർഗ്. പിന്നെ ആപ്പിളിൻ്റെ നമുക്കറിയാം ടിം കുക്ക്. ഓപ്പൺ എഐയുടേത് സാം ആൾട്ട്മാൻ. ഓക്കെ, അപ്പോൾ ഈ പേരുകളും ഈ സ്ഥാപനങ്ങളും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് നഷ്ടപ്പെടേണ്ട. അപ്പോൾ ടെസ്ല, സ്പേസ് എക്സ്, എലോൺ മസ്ക്, ആമസോൺ ജെഫ് ബെസോസ്, മെറ്റ മാർക്ക് സക്കർബർഗ്, ആപ്പിളിൻ്റെ ടിം കുക്ക്, ഓപ്പൺ എഐ സാം ആൾട്ട്മാൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എൻ്റെ ഭൂമി. കേരളത്തിൽ നടപ്പാക്കി വരുന്ന സമഗ്ര ഡിജിറ്റൽ ഭൂവിവര സംവിധാനമാണ് എൻ്റെ ഭൂമി എന്ന് പറയുന്നത്. എൻ്റെ ഭൂമി പോർട്ടലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടാവും, അല്ലേ? ഇത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേരളത്തിൽ നടപ്പാക്കി വരുന്ന സമഗ്ര ഡിജിറ്റൽ ഭൂവിവര സംവിധാനമാണ് എൻ്റെ ഭൂമി.
എൻ്റെ ഭൂമി. അപ്പോൾ ഈ ഒരു സംയോജിത പോർട്ടൽ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അടുത്തിടെ ഒരു ടീം നമ്മുടെ നാട്ടിലേക്ക് വരികയുണ്ടായി. അതായത് അസാമിൽ നിന്ന് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററും സർവേ വിഭാഗ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു, ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നടപ്പാക്കി വരുന്ന സമഗ്ര ഡിജിറ്റൽ ഭൂവിവര സംവിധാനമായ എൻ്റെ ഭൂമിയെപ്പറ്റി പഠിക്കാനായിട്ട് അടുത്തിടെ സന്ദർശിച്ച ടീം ഏതാണ്? അസാമിൽ നിന്നുള്ള ഒരു ടീമാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ കായിക മേഖലയിലേക്ക് വന്ന മറ്റൊരു വാർത്തയാണ് വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് 2024-25 വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് അടുത്തിടെ സമാപിക്കുകയുണ്ടായി. അതിൽ കിരീടം നേടിയത് കർണാടകയാണ് അല്ലേ. ചിലപ്പോൾ ചോദിക്കാം വിജയ് ഹസാരെ ട്രോഫി ഏത് ടൂർണമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്തുമായി ബന്ധപ്പെട്ടാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ 2024-25 വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയിരിക്കുന്നത് കർണാടകയാണ്. ഓക്കെ. അതുപോലെ അവസാനമായിട്ട് നമുക്കൊരു കഥാസമാഹാരം പരിചയപ്പെടാം. ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് സാറ ജോസഫ്. ഓക്കെ, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളാം. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ്. ഓക്കെ, നമുക്ക് കല, സാംസ്കാരിക, സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തി ചോദിക്കാം. ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? സാറ ജോസഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10ഓളം പോയിന്റുകൾ പഠിച്ചു. ഓരോ പോയിന്റുകളായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ ഗെയിൻ നോളജ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള കോഴ്സുകളിൽ ചേരാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ ഇനി ആരംഭിക്കാൻ പോകുന്നത് യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം അടങ്ങുന്ന ഒരു ക്ലാസ്സാണ്. രാത്രി 10 മണി മുതൽ 11 മണി വരെയാണ് ആ ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഫെബ്രുവരി 2nd വീക്കോട് കൂടിയെങ്കിലും ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, സ്പെഷ്യൽ ടോപ്പിക്കിൽ യൂണിഫോം പോസ്റ്റ് എഴുതുന്നവർക്കറിയാം CPOയും CEOയും ഒക്കെ ഒറ്റ പരീക്ഷയാണ്. അതിൽ എന്ത് ചെയ്യുക? സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. രണ്ടിനും ഉള്ളതുണ്ട്. പോലീസ് ആയാലും എക്സൈസ് ആയാലും ആ സ്പെഷ്യൽ ടോപ്പിക്കുകൾ. അതുപോലെ SI പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ഇതിന് വേണ്ടിയിട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക് സെയിം ആണ്. അവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചേരാം, അല്ലെങ്കിൽ അവർക്ക് പിന്നീട് അതിന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ മാത്രം അടങ്ങുന്ന ക്ലാസ് ആണ്. അപ്പോൾ പരിചയസമ്പന്നരായ അഭിഭാഷകരാണ് ഇതിനകത്ത് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം, നിയമങ്ങളും കാര്യങ്ങളുമാണ് അതിൽ പഠിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ 20 മാർക്കിൽ ഒരു 18 മാർക്ക് വരെയെങ്കിലും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കും. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് 18 സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ 20 അവർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. ഓക്കെ, അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക്